തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. നാടും നഗരവും ക്രിസ്മസ് ആഘോഷിക്കാനായി നേരത്തെ തന്നെ തയ്യാറായിരുന്നു, ഒരുങ്ങിക്കഴിഞ്ഞു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും തോരണങ്ങളും എല്ലാം വിവിധ ഇടങ്ങളിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. രാഹുൽ കെ വി താമരശ്ശേരിയിൽ നിന്ന്, ഒപ്പം ഗോകുൽനാഥ് പളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അദ്ദേഹം ഗോകുലിലേക്ക്, തിരുവനന്തപുരത്തെ ഗോകുൽ, അവിടെ പ്രാർത്ഥനാനിർഭരമായ അന്തരീക്ഷമാണ്. അതേസമയം തന്നെ നാടക ആഘോഷത്തിൻ്റെയും അന്തരീക്ഷമാണ്. പതിരാ കുർബാനയിലേക്ക് കടക്കാനുള്ള സമയമായോ? രതീഷെ, പ്രാർത്ഥനാ നിർഭരമാണ് തിരുവനന്തപുരം നഗരം. ഒപ്പം ആഘോഷങ്ങൾക്കും കുറവില്ല. വലിയ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് മുമ്പിലാണ്, പാളയത്താണ്. ഇവിടെ ഇപ്പോൾ തിരുമണിക്കൂർ ആരാധന 11 മണിക്കാണ് തുടങ്ങുന്നത്. തുടർന്ന് പുതുവത്സര ദിവ്യബലിയും ഈ സമയത്തോടനുബന്ധിച്ചാണ് നടക്കുക. എന്തായാലും വലിയ ജനത്തിരക്ക് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനം 1 മണിക്കുള്ള ചാപ്പലിലെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാണ്. ആ ഒരു സമയത്തോടനുബന്ധിച്ചാണ് വലിയ തിരക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുക. ചാപ്പലിനുള്ളിൽ ഇപ്പോഴും ജനത്തിരക്കുണ്ട്. വലിയ രീതിയിൽ തന്നെ പ്രാർത്ഥനയും ആഘോഷവും ഒക്കെയായി ആളുകൾ ഇപ്പോൾ എത്തുന്നുമുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? പ്രാർത്ഥനയ്ക്ക് ചാപ്പലിൽ വരുന്നുണ്ടോ? വരണമെന്നാണ്, നോക്കട്ടെ. കുഞ്ഞുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. 1 മണിക്ക് എത്തും? ഇല്ല, അങ്ങനെ വിചാരിക്കുന്നു. ഹലോ ഹലോ, ഹായ് പറ. രതീഷ്, എന്തായാലും ആഘോഷവും പ്രാർത്ഥനയും ഒക്കെയാണ് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ജനത്തിരക്കും സാന്ദ്രതയും ഒക്കെ ആയി വരുന്നുണ്ട്. എല്ലാവരും ഈ സമയത്തോടനുബന്ധിച്ച് ഒരു 11 മണിയോടുകൂടിയാണ് ഇവിടെ ആരാധന തുടങ്ങുക. തിരുമണിക്കൂർ ആരാധന ആ ഒരു സമയത്താണ് തുടങ്ങുക. തുടർന്ന് പുതുവത്സര ദിവ്യബലിയും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകും. എന്തായാലും ആളുകൾ ഒക്കെ തന്നെ പ്രാർത്ഥനാ നിർഭരമായി ചാപ്പലിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ തന്നെ ഈ ചാപ്പലൊക്കെ നിറഞ്ഞ് കവിയും വിധമാണ്. പിന്നീട് 11 മണിക്ക് ശേഷം ജനത്തിരക്കുണ്ടാകുക. അതിനുശേഷവും വലിയ ജനത്തിരക്ക് തിരുവനന്തപുരത്തെ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകും, ഓരോ ആരാധനാലയങ്ങളിലും ഉണ്ടാകും. ജനത്തിരക്ക് ഏറി വരികയുമാണ് എന്നുള്ളതാണ്. ചേച്ചി, എവിടുന്നാ വരുന്നേ? ഹലോ, എവിടുന്നാ വരുന്നേ? ഓക്കെ, എന്തായാലും പുറത്തുനിന്നുള്ളവരാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ ഒരു പാളയം പള്ളിയിൽ നിന്നാണ് ഗൂഗിൾ വിവരങ്ങൾ നൽകുന്നത്.